4-ാമത്തെ സങ്കീർത്തനം അതിന്റെ 1 മുതലുള്ള തിരുവചനങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നു. കർത്താവേ, എനിക്ക് നീതി നടത്തി തരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ഞെരുക്കത്തിൽ എനിക്കങ്ങ് അഭയമരുളി. കാരുണ്യപൂർവ്വം എന്റെ പ്രാർത്ഥന അങ്ങ് കേൾക്കണമേ. എത്ര നാൾ നിങ്ങൾ പൊള്ള വാക്കുകൾ രസിച്ച് വ്യാജമന്വേഷിക്കും? മാനവരെ, എത്ര നാൾ നിങ്ങൾ എന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും? അവസാനം കർത്താവിന്റെ വചനം കൂട്ടിച്ചേർക്കുന്നു. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും. എന്തെന്നാൽ കർത്താവേ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. കർത്താവേ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് കടകളടച്ച് ഹൃദയം കൊണ്ട് എല്ലാവരും പറഞ്ഞേ, കർത്താവേ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം തരുന്നത്. കർത്താവേ, അങ്ങ് തന്നെയാണ്. അതിനെ തുറന്നു പറഞ്ഞേ, കർത്താവേ, കർത്താവേ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. കർത്താവേ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ഞെരുക്കത്തിൽ എനിക്ക് അങ്ങ് അഭയമരുളി. കാരുണ്യപൂർവ്വം എന്റെ പ്രാർത്ഥന കേൾക്കണമേ. സങ്കീർത്തകനോട് ചേർന്ന് നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഈ നിമിഷം നമുക്ക് ഉയർത്താം. പ്രിയപ്പെട്ടവരെ, കർത്താവ് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നതും നമ്മുടെ ജീവിതത്തിന്റെ സംരക്ഷണം തരുന്നതും. ആ ദൈവീക സാന്നിധ്യത്തിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ബോധ്യത്തോടെ കരങ്ങൾ രണ്ട് തുറന്ന് ഒരിക്കൽ കൂടി ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ച് ഈശോ തരുന്നത് എന്തും സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വീകരിക്കാനുള്ള ഒരു ഹൃദയത്തിന്റെ തുറവിയോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, യേശുവേ, ആരാധന, ആരാധന. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങ് തന്നെയാണ് ഞങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത്. ഈശോയെ, അങ്ങയോട് നിലവിളിച്ച് ഈ മക്കൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെയാണ് ഈ മക്കൾക്ക് ഉത്തരം തരേണ്ടത്. പരിശുദ്ധാത്മാവേ, അങ്ങയെ വിളിച്ച് ഈ മക്കൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെയാണ് ഇവർക്ക് ഉത്തരം തരേണ്ടത്. കർത്താവേ, വചനത്തിലൂടെ അങ്ങ് പറഞ്ഞല്ലോ, അങ്ങ് തന്നെയാണ് ഞങ്ങൾക്ക് സുരക്ഷിതത്വം തരേണ്ടത്. ഈശോയേ, ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ഹല്ലേലൂയ, കരങ്ങൾ രണ്ടു മാറോട് ചേർത്ത് കണ്ണുകളടച്ച് ശിരസ് നമിച്ച് തമ്പുരാന്റെ മുമ്പിൽ സർവ്വത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. പിന്നെ നമുക്ക് വേണ്ടതൊക്കെ ദൈവം തരും. അതാണ് ഈ വചനം പറയുന്നത്. കർത്താവേ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങുന്നു. എന്തെന്നാൽ കർത്താവേ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ഈശോയുടെ സമർപ്പണം പറഞ്ഞു. ഈശോയെ, എന്നെ മുഴുവനായി ഞാൻ സമർപ്പിക്കുന്നു. അങ്ങേക്ക് മാത്രമായി സമർപ്പിക്കുന്നു. എന്റെ ജീവിതം, എന്റെ കുടുംബം, എന്റെ കുടുംബാംഗങ്ങള്, എന്റെ മക്കൾ സകലരെയും സമർപ്പിക്കാം. ജീവിതത്തിന്റെ സാഹചര്യങ്ങള്, സാമ്പത്തിക വരുമാന മാർഗങ്ങള്, തലമുറകള്, ജോലി, പഠനം, വിവാഹം, മക്കളുണ്ടാകാനുള്ള ഇതൊക്കെ ഈശോയ്ക്ക് കൊടുത്ത് കരങ്ങൾ രണ്ട് മാറോട് ചേർത്ത് പിടിച്ച് ഈശോയെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്റെ കുടുംബത്തെ മുഴുവനായി സമർപ്പിക്കുന്നു. ആഗ്രഹത്തോടെ പറഞ്ഞു പ്രിയപ്പെട്ടവരെ, അതര വ്യായാമമാകാതെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് വേണ്ടത് നമ്മുടെ ഹൃദയമാണ്,
ബുദ്ധിയല്ല, അധരം മാത്രമല്ല, ഹൃദയം കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് പ്രാർത്ഥനയാകുന്നത്. ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച് ഒത്തിരി വിഷമ ഹൃദയത്തിലല്ലേ, ഒത്തിരി വേദനകൾ നിന്റെ മനസ്സിലില്ലേ, നിന്റെ ജീവിതത്തിന്റെ നീറുന്ന പ്രശ്നങ്ങളുടെ നടുവിലല്ലേ നീ നിന്റെ കുടുംബം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഈശോയ്ക്ക് കൊടുത്ത് പറ, ഈശോയെ ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായിട്ട് അർപ്പിക്കുന്നു. കർത്താവ് ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് പുത്രൻ സ്വന്തം ജീവിതത്തെ സമർപ്പിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് പുത്രൻ സമർപ്പിച്ചതുപോലെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, ഞങ്ങളുടെ ജീവിത ബലിയെയും ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ ജീവിതത്തെയും ഏറ്റെടുക്കണമേ, നിയോഗങ്ങളെയൊക്കെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ഹല്ലേലൂയ. സമർപ്പിക്കുന്നു ഈശോയെ, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. എല്ലാവരും ഏറ്റുപാടിക്കേ. സമർപ്പിക്കുന്നു, അതിരം തുറന്ന് പാടിക്കേ. എന്നെ സമർപ്പിക്കുന്നു, ബോധ്യത്തോടെ ഒന്ന് പാടിക്കേ. പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാഥാ നീ മാറ്റണമേ, നീ മാറ്റണമേ, അങ്ങേതായി മാറ്റണമേ. എന്നെ നീ മാറ്റണമേ, പൂർണ്ണമായി മാറ്റണമേ, അങ്ങേതായി മാറ്റണമേ. നാഥാ നീ കൈക്കൊള്ളണമേ, നാഥാ നീ കൈക്കൊള്ളണമേ, ഈശോയെ എന്നെ നീ കൈക്കൊള്ളണേ, പരിശുദ്ധാത്മാവേ പൂർണ്ണമായി കൈക്കൊള്ളണേ, കർത്താവേ യാഗമായി കൈക്കൊള്ളണേ. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി നാഥാ സമർപ്പിക്കുന്നു, നാഥാ സമർപ്പിക്കുന്നു, സ്വർഗം ഏറ്റെടുക്കുന്ന ഒരു സമർപ്പണം പറഞ്ഞേ. എന്നെ സമർപ്പിക്കുന്നു, കർത്താവെ പൂർണ്ണമായി സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. കർത്താവെ നീ മാറ്റണമേ, നാഥാ നീ മാറ്റണമേ, ഈശോയെ എന്നെ നീ മാറ്റണമേ, പൂർണ്ണമായി മാറ്റണമേ, അങ്ങേതായി മാറ്റണമേ. നാഥാ നീ കൈക്കൊള്ളണമേ, നാഥാ നീ കൈക്കൊള്ളണേ, ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങളെയും ഏറ്റെടുക്കണം. എന്നെ നീ കൈക്കൊള്ളണേ, എന്റെ ജീവിതത്തിന്റെ മുറിവുകളോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി കൈക്കൊള്ളണേ, എന്റെ മനസ്സിന്റെ സകല നൊമ്പരങ്ങളും ഏറ്റെടുക്കണമേ കർത്താവേ. യാഗമായി കൈക്കൊള്ളണേ. ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ആത്മാവിൽ ഒരു സമർപ്പണം പറഞ്ഞ് എല്ലാവരും ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഞങ്ങളങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കും. പരിശുദ്ധാത്മാവേ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെയും സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഏറ്റെടുക്കണമേ പിതാവേ, ഏറ്റെടുക്കണമേ പുത്രനായ ഈശോയെ, ഏറ്റെടുക്കണമേ പരിശുദ്ധാത്മാവേ, ഏറ്റെടുക്കണമേ.
ഹല്ലേലൂയ ആരാധന ആരാധന ഹല്ലേലൂയ കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ നാഥനായി ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മളും നമ്മുടെ കുടുംബങ്ങളും യോഗ്യത നേടുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പര സ്തുതി കൊടുത്ത് ശാന്തമായിട്ടിരിക്കുക. ഏതാനും സമയം അല്പസമയം ഇരിക്കുക. പ്രിയപ്പെട്ട ഒരു ഉൽപ്പത്തിയുടെ പുസ്തകത്തില് അതിന്റെ 39 അധ്യായം എത്രാമത്തെ എന്തോ നിങ്ങൾ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം 39 അധ്യായം അതിന്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ജോസഫിനെ അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അവനെ അവിടെ കൊണ്ടുചെന്ന ഇസ്മായിലിന്റെ അടുക്കൽ നിന്ന് ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥൻ കാവൽ പടയുടെ നായകനുമായ പൊത്തിഫർ അവനെ വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടെ ഒരു ജോസഫിന്റെ ജീവിതം വായിക്കുമ്പോൾ അവിടെ മനോഹരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വലിയൊരു ദൈവീക രഹസ്യം. ജോസഫിന് എന്തൊക്കെ സംഭവിച്ചു, പൊട്ടക്കിണറ്റിലിട്ടു, സഹോദരന്മാർ അവനെ വിറ്റു, ഇതൊക്കെ സംഭവിച്ചിട്ടും ദൈവത്തിന്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവും എപ്പോഴും അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പലതരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ എത്ര പേരുടെ കൂടെ ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും ഉണ്ട്? ഇവിടെ വേറെ അനുഗ്രഹത്തിന്റെ തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കാൻ പോവുക. പക്ഷെ അതിന് അടിസ്ഥാനമായ കാരണമാണ് ഇവിടെ പറയുന്നത്. ജോസഫിന്റെ കൂടെ എപ്പോഴും ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവം തന്നെ അവന്റെ കൂടെയുണ്ടായിരുന്നു. പള്ളിയിൽ പോകുമ്പോ മാത്രമല്ല, പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, മുട്ടുകുത്തുമ്പോൾ മാത്രമല്ല, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ മാത്രമല്ല, ആത്മീയ കാര്യങ്ങൾക്കും കൺവെൻഷനുകൾ പോകുമ്പോൾ മാത്രമല്ല, നിന്റെ സ്വകാര്യതയിലും ദൈവത്തിന്റെ സാന്നിധ്യം അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്നതിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടൊന്ന് ചോദിച്ചേ, കർത്താവിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടോന്ന് ചോദിച്ചേ. എപ്പോഴും നിന്റെ കൂടെ ഉണ്ടോന്ന് ചോദിച്ചേ. മുഴുവൻ സമയം കൂടെ ഉണ്ടോന്ന് ചോദിച്ചേ. ചുമ്മാ നുണ പറയരുന്നു കൂടി എന്ന് പറഞ്ഞേ. എപ്പോഴും ഒന്നും കർത്താവിന്റെ സാന്നിധ്യം, നീ പ്രാർത്ഥിക്കുമ്പോ ഒക്കെ വലിയ കുഴപ്പമില്ല വെച്ചോ, പക്ഷെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. ദൈവം ചില സമയത്ത് കൂടെ ഇല്ലല്ലോ എന്നുള്ളൊരു തോന്നലാ ചിലവരുണ്ട് വെച്ചു. ചില സമയത്ത് ഞാൻ ചിന്തിട്ടുണ്ട്, കർത്താവ് പോലും എന്റെ കൂടെ ഇല്ലല്ലോ, കർത്താവ് പോലും എന്നെ കൈവിട്ടോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആ ചിന്തയുടെ പിന്നിൽ തമ്പുരാന്റെ സാന്നിധ്യമില്ല. ഹല്ലേലൂയ. അതാ മനസ്സിലാക്കേണ്ടത്. ജോസഫിന്റെ കൂടെ 24 മണിക്കൂറും പരിശുദ്ധാത്മാവിന്റെ, ദൈവത്തിന്റെ അനന്തമായ സാന്നിധ്യം കൂടെയുണ്ടായിരുന്നു എന്ന് വചനം പഠിപ്പിക്കും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, സ്വന്തം സഹോദരങ്ങൾ വെറുത്തുപേക്ഷിച്ചിട്ടും പൊട്ടക്കിണറ്റിൽ ഇട്ടിട്ടും അവിടെ നിന്നെടുത്ത് വിൽക്കാനും വെറും വെള്ളിക്കാശിന് വിൽക്കാനും തടവറയിൽ കിടക്കേണ്ടി, ഇതൊക്കെ സംഭവിച്ചപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് അവന്റെ കൂടെയുണ്ടായിരുന്നത് കൊണ്ട് സകല പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നും ദൈവം അവനെ മാനിക്കുന്നു, ദൈവം അവനെ ഉയർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. എന്നിട്ട് ശ്രദ്ധിച്ചോളണം, അടുത്ത സെന്റൻസ് എഴുതി വെച്ചിരിക്കുക: എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി. ഒരു കാര്യത്തിലല്ല, ബിസിനസ് അല്ല, കുടുംബത്തിന്റെ അല്ല, മക്കളുടെ അല്ല, തലമുറകളുടെ അല്ല, പഠനം മാത്രമല്ല, ജോലി മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും
അവന് സമൃദ്ധമായ അനുഗ്രഹമുണ്ടായി എന്ന് വചനം പഠിപ്പിക്കുന്നു. കാരണം അവന്റെ കൂടെ എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവൻ കൈവയ്ക്കുന്നത് മുഴുവനും അനുഗ്രഹിക്കപ്പെട്ടു. അവൻ ചെന്ന് കാൽ വയ്ക്കുന്ന ദേശങ്ങളും കുടുംബങ്ങളും പോലും അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് കർത്താവിന്റെ വചനം എഴുതി വെച്ചിരിക്കുന്നു. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കും മുഖത്തേക്ക് നോക്കിയിട്ടൊന്ന് ചോദിച്ചേ, നീ മൂലം നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ചോദിച്ചേ. ഇവിടെ തുടർന്ന് വരുന്ന വചനത്തിലൂടെ നമ്മൾ കാണും, പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ നിന്ന് നമ്മൾ ഒരാളെ ഉള്ളെങ്കിലും നമ്മൾ അതേക്കുറിച്ച് ഭാരപ്പെടണ്ട. ശുശ്രൂഷകൾക്ക് പോകുമ്പോൾ, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ടിറങ്ങുമ്പോൾ, ആത്മീയ ജീവിതത്തിൽ ബലമെടുത്ത് മുന്നോട്ടിറങ്ങുമ്പോൾ നീ ഒറ്റയ്ക്കാണല്ലോ, വീട്ടിൽ ആരും സപ്പോർട്ടിനില്ലല്ലോ, ജീവിത പങ്കാളി പ്രാർത്ഥിക്കുന്നതല്ലല്ലോ, മക്കൾക്ക് പ്രാർത്ഥനയുടെ കാര്യങ്ങൾക്ക് താല്പര്യമില്ലല്ലോ, ആത്മീയ കാര്യങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത കുടുംബാംഗങ്ങളാണല്ലോ, ഞാൻ മാത്രം പ്രാർത്ഥിച്ചിട്ട്, ഞാൻ മാത്രം പള്ളിയിൽ പോയിട്ട്, ഞാൻ മാത്രം ഇതുപോലെ ആത്മീയ കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഞാൻ മാത്രം ഈ കിടന്ന് ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കെട്ടിയോ പള്ളിയിൽ പോലും പോകുകയല്ലോ, കുമ്പസാരിച്ചിട്ട് തന്നെ നാളുകളായി. മക്കളടുത്ത് പള്ളിയിൽ പോകുന്ന കാര്യം പറയണ്ട. അതിനു മുമ്പ് ഇങ്ങോട്ട് തർക്കുത്തരം തരാൻ പറയും. തള്ള പോകുന്നില്ലേ? ആവശ്യത്തിൽ കൂടുതൽ പോകുന്നുണ്ടല്ലോ, മതി, ഞങ്ങൾക്ക് വേണ്ടത് കൂടി പോകുന്നുണ്ടല്ലോ, മതി മതി, അമ്മിച്ച് ഇങ്ങോട്ട് പൊക്കോ പൊക്കോ. എല്ലാവർക്കും കൂടി ഉള്ളതുണ്ടല്ലോ. ഹല്ലേലൂയ. പക്ഷെ അതിൽ കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, ആ പറയുന്നതിൽ അർത്ഥമുണ്ട്. തുടർന്ന് വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, ശ്രദ്ധിച്ചു കേട്ടോണേ. ഈജിപ്തുകാരനായ യജമാനന്റെ വീട്ടിലായിരുന്നവൻ കർത്താവ് അവന്റെ കൂടെയുണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടെ നിന്ന് മംഗളകരമാക്കുന്നുവെന്നും അവന്റെ യജമാനന് മനസ്സിലായി. അവൻ യജമാനന്റെ പ്രീതിക്ക് പാത്രമായി. അവൻ പൊത്തിഫറിനെ ശുശ്രൂഷിച്ചു. തന്റെ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെയും ചുമതലയും അവൻ ജോസഫിനെ ഏൽപ്പിച്ചു. എന്നിട്ട് അടുത്ത സെന്റൻസ്, ആ ഈജിപ്തുകാരൻ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെയും ചുമതല ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവന്റെ വീടിനെയും വീട്ടിലുള്ള സകലത്തിനെയും അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. വചനം എഴുതി വെച്ചിരിക്കുകയാണ്, നോക്കിക്കേ. എല്ലാറ്റിന്റെയും ചുമതല ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് പൊത്തിഫറിനെയും അവന്റെ കുടുംബത്തെയും അവന്റെ സകല മേഖലകളിലെയും ദൈവം അനുഗ്രഹം നൽകി. ആരെയോർത്ത്? ഉറക്കെ പറഞ്ഞേ, ജോസഫിനെ ഓർത്ത്. ദൈവസാന്നിധ്യമുള്ള, ദൈവഭയമുള്ള, പരിശുദ്ധാത്മാവുള്ള ഒരൊറ്റ വ്യക്തി കുടുംബത്തിലുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഓർത്ത് കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും നീ എവിടെ വസിക്കുന്നു എന്നുള്ള പ്രശ്നമല്ല, നീ ആരുടെ വീട്ടിലാണെന്നുള്ള പ്രശ്നമല്ല, ആരൊക്കെ നിന്നെ കൂടെ ഉണ്ടെന്നുള്ള പ്രശ്നമല്ല. വിജാതീയനായിരിക്കും കൂടെയുള്ളത്, ദൈവഭയം ഇല്ലാത്തവരായിരിക്കും, പ്രാർത്ഥിക്കുന്നവരായിരിക്കണമെന്നില്ല, അശുദ്ധിയിലും പാപത്തിലും കഴിയുന്നവരായിരിക്കും കൂടെയുള്ളത്. പക്ഷേ വചനം എഴുതി വെച്ചിരിക്കുന്നു, ജോസഫിനെ ഓർത്ത്, ഒരൊറ്റ വ്യക്തിയെ ഓർത്ത് പൊത്തിഫറിനെയും അവന്റെ കുടുംബത്തെയും സാമ്പത്തിക വരുമാന മാർഗങ്ങളെ പോലും ദൈവം അനുഗ്രഹിച്ചുയർത്തി. പലതും വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മക്കള് പറയോണ്, തള്ള പോകുന്നുണ്ടല്ലോ ആവശ്യത്തിന് പ്രാർത്ഥന, അത് മതിയെന്ന് പറയുമ്പോ വിഷമിക്കണ്ട. നിന്റെ ഒരൊറ്റ വ്യക്തിയുടെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ സ്വരത്തിന് നീ എന്നൊരു വ്യക്തി കുടുംബത്തിൽ കീഴ്വഴങ്ങുമ്പോൾ നിന്നിലൂടെ നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറകളെയും നിന്റെ മക്കളെയും നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകലതിനെയും ആരനുഗ്രഹിക്കും? ഉറക്കെ പറഞ്ഞേ, ബോധ്യത്തോട് പറഞ്ഞേ, അടുത്തിരിക്കുന്ന മുഖത്തേക്ക് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. നീ വിഷമിക്കണ്ട, നീ ഒരാളുള്ളെങ്കിൽ കർത്താവ് നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പ്രശ്നം അതല്ല. കൺവെൻഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ ചില വീട്ടുകാർ പറയുന്ന കാര്യമുണ്ട്, അച്ചോ അമ്മിച്ചയ്ക്ക് ഹാരിസ് ഭവനിൽ ഒരു 5-6 മണിക്കൂർ ഉണ്ടായിരുന്നപ്പോ വീട്ടിൽ എന്ത് സമാധാനമായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് പോയപ്പോ കുരിശ് പോയതാ,
താണ്ടെ വീട്ടിൽ വന്നപ്പോ വീണ്ടും കുരിശായി. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ പോകേണ്ടവര് പിശാചിനെ സ്വീകരിച്ചിട്ട് ചിലവർ വീട്ടിൽ പോകുന്നത്. ചിലവര് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ വീട്ടില് ദൈവം അനുഗ്രഹിക്കുക. സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും അനുഗ്രഹം കൊണ്ടൊക്കെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. കാരണം എന്നാണെന്നറിയാവോ? ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് ദൈവീക സാന്നിധ്യമല്ല. അതുകൊണ്ടാണ് ചിലപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, ഒരു വ്യക്തി കുടുംബത്തിൽ ഒത്തിരി അസ്വസ്ഥതകളുണ്ട്, ആ വ്യക്തി ഒന്ന് പുറത്തേക്ക് പോകുമ്പോ എന്തൊരു സമാധാനം ഇപ്പോ അവനൊന്ന് പോയപ്പോ, അല്ലെ പറയാറില്ലേ? അവളൊന്ന് പോയപ്പോ എന്തൊരു സമാധാനം, ആ സാധനം ഒന്ന് പുറത്തേക്ക് പോയപ്പോ എന്തൊരു ആശ്വാസം. എന്തേ? ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് സമാധാനത്തിന്റെ ആത്മാവല്ല, സമാധാനത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവാ. ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് തിന്മയുടെ ആത്മാവായതുകൊണ്ടാണ് ആ വ്യക്തിയുടെ സാന്നിധ്യത്തിൽ പോലും മറ്റുള്ളവർക്ക് സമാധാനവും സന്തോഷവും ഇല്ലാതെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും തോന്നുന്നതിന് കാരണം ആ വ്യക്തിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ല, ദൈവ സാന്നിധ്യമല്ല പ്രവർത്തിക്കുന്നേ. ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ഇനി മുഖത്തേക്ക് നോക്കിയിട്ടൊന്ന് ചോദിച്ചേ, നിന്നിൽ പ്രവർത്തിക്കുന്നത് ഏതാത്മാവാണെന്നൊന്ന് ചോദിച്ചേ. ചോദിക്ക്, മുഖത്തേക്ക് നോക്കി ചോദിക്ക്, കണ്ണിലേക്ക് നോക്കി ചോദിക്ക്, നിന്നിൽ പ്രവർത്തിക്കുന്നത് ഏതാത്മാവാണെന്ന് ചോദിച്ചേ. നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല, വീട്ടുകാരെ വിളിച്ചുകൊണ്ടെന്ന് ചോദിക്കണം. അപ്പോഴേ അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യം അറിയാൻ പറ്റുള്ളൂ. എന്റെ അച്ചോ, കാരിസ്മോനി പോയ സമയത്ത് എന്തൊരു സമാധാനം, വീട്ടിൽ വന്നപ്പോൾ വീണ്ടും തുടങ്ങി ഈ സാധനം. ഇതിനേക്കാളും ഭേദം അതിനങ്ങോട്ട് എടുത്തു വെച്ചു. ചിലവരുണ്ട് വെച്ചോ അതിനെ കാരിസ്മോനിൽ തന്നെ അങ്ങോട്ട് നിർത്തിക്കോ. ശനിയാഴ്ച മാത്രമല്ല, ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ബുധനാഴ്ചയും എല്ലാ ദിവസവും ശുശ്രൂഷ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടല്ലോ. ചിലവർക്കൊക്കെ സമാധാനം ഉണ്ടാകാൻ വേണ്ടി ബാക്കിയുള്ളവരുടെ സമാധാനം കടത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. വചനം പറയുന്നു, ജോസഫിനെ ഓർത്ത് അവന്റെ കുടുംബത്തെയും, അവൻ വസിച്ചിരുന്നത് അവന്റെ സ്വന്തം ഭവനത്തിലല്ല, അവൻ കാലെടുത്ത് വെച്ചത് അവന്റെ സ്വന്തം ഭവനത്തിലല്ല, പൊത്തിഫറിന്റെ ഭവനത്തിലാണ് അവൻ താമസിക്കുന്നത്. സത്യദൈവത്തെ അറിയാത്തൊരു വ്യക്തിയുടെ ഭവനത്തിൽ, ഒരു അവിശ്വാസിയുടെ ഭവനത്തിൽ. അവന്റെ ഭാര്യയാണെങ്കിൽ ഇവനെ പാപത്തിലേക്ക് നയിക്കാൻ വേണ്ടി പുറകെ നടന്ന ഒരു സ്ത്രീ. ആണോ അല്ലയോ? കേട്ടിട്ടില്ലേ? അതിനെങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവൻ നല്ല വടിവൊത്ത ശരീരമുള്ളവനായിരുന്നത് കൊണ്ട് അവന്റെ പുറകെ ഈ പുള്ളിക്കാരത്ത് കൂടിയിട്ട് പറഞ്ഞ് നീ എന്റെ കൂടെ അങ്ങോട്ട് ശയിക്കുക. ജോസഫ് പറയുന്നൊരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവുള്ള വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് നിന്നോടുകൂടി പാപം ചെയ്ത് ദൈവത്തിനെതിരെ പാപം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അവനിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് പ്രിയപ്പെട്ടവരെ അവന്റെ കുടുംബത്തിലുണ്ടായിരുന്നത്. ദൈവത്തെ അറിയാത്ത വ്യക്തികൾ, ദൈവസ്നേഹം അനുഭവിക്കാത്ത വ്യക്തികൾ, ജീവിത വിശുദ്ധിയില്ലാത്ത വ്യക്തി, ഇതിനൊക്കെ സാഹചര്യത്തിന്റെ നടുവിലും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തി, ആത്മാവിന്റെ സ്പർശനവും ദൈവസാന്നിധ്യമുള്ള ഒരു വ്യക്തി വേറിട്ട് നിൽക്കും. സ്വരമുയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കുറച്ച് നാളുകൾക്ക് മുമ്പ്, 2-3 വർഷം മുമ്പ്, ഒരു ജീസസ് യൂത്തില് അംഗമായിരുന്ന ഒരു പയ്യൻ ഇവിടെ ധ്യാനത്തിന് വന്ന. അവന്റെ ഒരു വിഷമം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, അവൻ പഠിക്കുന്നത് ബാംഗ്ലൂരാ. അവന്റെ കൂട്ടുകാരൊക്കെ ഇവനെ പാപത്തിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക, പുറകെ നടന്നു. ഇവർ 5 പേരോ റൂമിൽ, ഇവൻ 5ാമത്തവനാണ്, വേറെ 4 പേരുണ്ട്. വൈകിട്ട് ഇവർ 5 പേര് ഈ ഒറ്റ ഒരു ഫ്ലാറ്റ് പോലത്തെ ഇതിലാണ് താമസിക്കുന്നത്. ആദ്യം ഇവൻ അറിഞ്ഞില്ല ഇതുപോലത്തെ പിള്ളേരാണെന്ന്. പക്ഷെ 5 പേരങ്ങനെ കണ്ടുമുട്ടി ഒരു മുറിയെടുത്ത് അത്രയും ഷെയർ ചെയ്യാലോ എന്ന് കരുതി അവരും കൂട്ടി താമസിച്ച. പക്ഷെ അവര് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ അശുദ്ധമായത് കാണുന്നു, പാപകരമായ കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നു, മദ്യപാനത്തിന്, ഇതൊക്കെ ഇതിന്റെ നടുവ് നിൽക്കുമ്പോൾ ഇവന് ഭയങ്കര അസ്വസ്ഥയാണ്. അവസാനം ഇവന് എങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് അവധിക്ക് വന്നപ്പോൾ വീട്ടിൽ ഇവിടെ വന്നു, ധ്യാനത്തിനുണ്ടായിരുന്നു, പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, മോനെ നിന്നെ അവിടെ ഇട്ടത് നിന്നെ പാപത്തിലേക്ക് വീഴിക്കാൻ വേണ്ടിയിട്ടല്ല, നിന്നിലൂടെ പരിശുദ്ധാത്മാവ് ബാക്കി 4 പേരെയും കർത്താവിങ്കിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ദൈവത്തിന് അനന്ത ജ്ഞാനത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് ജീസസ് യൂത്ത് എന്ന് വിളിക്കുന്ന നിന്നെ ആ റൂമിൽ തന്നെ പരിശുദ്ധാത്മാവ് ഒരുക്കിയത്.
അതിനു മുമ്പ് അവൻ വിചാരിച്ചിരുന്നത് അതെ ഇനി അവിടെ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ അവനും കൂടി പാപത്തിൽ വീണു, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഫ്ലാറ്റ് മാറാനും അവിടെ നിന്ന് പരിപാടി നിർത്തി പോരാനൊക്കെ ഉള്ള ഒരു തീരുമാനത്തോടു കൂടി വന്നതാണ്. ഈ ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചു ചെന്നു. പ്രിയപ്പെട്ടവരെ, ഇവൻ 6 മാസത്തിനുള്ളിൽ ഈ 4 പേരെ കൂടി കർത്താവിന് വേണ്ടി നേടിയെന്ന് മാത്രമുള്ളതല്ല, അവിടെ താമസിക്കുന്ന ഫ്ലാറ്റിൽ താമസിക്കൊണ്ടിരുന്ന ഏകദേശം 60 പേരുടെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയായി ആ ശുശ്രൂഷയെ കർത്താവ് ഉയർത്തി. ഹല്ലേലൂയ! സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിക്കേ, ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ, അതിന് വിധേയപ്പെടാൻ തുടങ്ങിയപ്പോൾ, അവനിലൂടെ അവന്റെ റൂമിൽ മാത്രമല്ല മറ്റു റൂമുകളിലും കടന്നിരുന്ന പാപത്തിലും അശുദ്ധിയിലും മ്ലേച്ഛതയിലും കടന്നിരുന്നവരിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ സ്പർശനം ഈ വ്യക്തിയിലൂടെ സ്വർഗം നൽകി എന്നുള്ളതാണ്. ഒറ്റ കാര്യം ചെയ്താൽ മതി പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ കൂടെ വസിക്കുന്ന ഒരു തീരുമാനവും ജീവിതാനുഭവവും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ജോസഫ് അത്രേ ചെയ്തോളൂ. സഹോദരന്മാര് തല്ലിയപ്പോഴും അവനെ പൊട്ടക്കണത്തിൽ എത്തിയപ്പോഴും അവനെ വിറ്റപ്പോഴൊന്നും സഹോദരന്മാർക്കെതിരെ ജോസഫ് ഒന്നും പറയുന്നില്ല. തുറന്നങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, സ്വന്തം സഹോദരങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി അവന്റെ മുമ്പിൽ കൈനീട്ടുമ്പോഴും അവന്റെ ഉള്ളു പിടയ്ക്കുക, ഹൃദയം നൊമ്പരപ്പെടുക, വേദനിക്കുക. എന്നെ തള്ളിപ്പറഞ്ഞവര്, എന്നെ മാറ്റി നിർത്തിയവര്, എന്നെ ഉപേക്ഷിച്ചവര്, എന്നെ വിറ്റവര് എന്റെ മുമ്പിൽ. നമ്മളാണെങ്കിൽ ഉള്ളിൽ പ്രതികാര ദാഹം കൊണ്ട് തിളയ്ക്കും. ജോസഫ് വചനം എഴുതി വെച്ചിരിക്കുന്നു, അവൻ മനം നൊന്ത് ഉള്ളിൽ പോയി നിന്ന് കരഞ്ഞു. എന്റെ സ്വന്തം കൂടപ്പിറപ്പുകള് ഓർത്ത് നൊന്ത് കരയി. എന്നിട്ട് പറയാ, ഇളയവനൊരുത്തരുണ്ടല്ലോ, അവനെയും കൂട്ടിക്കൊണ്ടുവാ, അപ്പനാ ഒക്കെ വിളിച്ചുകൊണ്ടുവാ. അവർക്ക് വേണ്ടത് മുഴുവൻ നൽകി ജോസഫ് അനുഗ്രഹിക്കുക. അവരിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യമുണ്ട്. പരിശുദ്ധാത്മാവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു ആളെ ഈ കൂട്ടായ്മയിലുള്ളെങ്കിലും നിങ്ങളെ ഓർത്ത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സ്വർഗം എന്ന് അനുഗ്രഹിക്കും. വിശ്വാസമുള്ളവര് വലതുമൊരുത്തൊരു ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞേ. കൈതാത്തിയിട്ടോ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അബ്രാഹാം കർത്താവിന്റെ മുമ്പിൽ സോദും ഗൊമോറയ്ക്കും വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവസാനം അബ്രാഹത്തിന് മുമ്പിൽ സൈ കിട്ടും. കർത്താവ് 40 പേരുണ്ടെങ്കിൽ ഇവരെ നശിപ്പിക്കോ? ഇല്ല. 40 പേര് നീതിമാന്മാര്, 40 പേരെങ്കിലും മതി, ഞാൻ നശിപ്പിക്കുകയില്ല. 35 പേരുണ്ടെങ്കിൽ ഇല്ല, 30 ഇല്ല. അവസാനം പറഞ്ഞ് അവസാനം കർത്താവ് 10 പേരുണ്ടെങ്കിൽ ഈ ദേശത്തെ അങ്ങ് നശിപ്പിക്കൂ. 10 നീതിമാന്മാര് ഈ ദേശത്തുണ്ടെങ്കിൽ ഇവരെ ഓർത്ത് സോദമിനെയും ഗൊമോറയും നശിപ്പിക്കില്ല എന്ന് പറഞ്ഞ അതേ ദൈവത്തിന്റെ സാന്നിധ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നെടുകയും കുറുകയും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടായ്മയിൽ ദൈവസ്വരത്തോട് വിധേയപ്പെട്ട് പ്രാർത്ഥിക്കുന്ന 10 പേരുണ്ടെങ്കിൽ ആ 10 പേരെ ഓർത്ത് ഈ കൂടിയിരിക്കുന്ന സകലരെയും സ്വർഗത്തിലെ പിതാവ് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൺവെൻഷനുകളുടെ സമയത്തും വലിയ വലിയ കൂട്ടായ്മയിൽ ദൈവസ്വരം വിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിന് കാരണം അതിൽ നീതിമാന്മാരായ 10 പേരുണ്ട്. ദൈവത്തെ ഹൃദയം കൊണ്ട് വിളിക്കുന്ന 10 പേരുണ്ട്. ജീവിതത്തിൽ കർത്താവിന്റെ സ്വരത്തിന് കീഴ്വണങ്ങുന്ന 10 പേരുണ്ട്. അവരെ ഓർത്ത് ആ സമൂഹത്തെ മുഴുവനും സ്വർഗം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഒരാളും മതി, കുടുംബം മുഴുവനും വന്നില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട, വേദനിക്കേണ്ട, ശുശ്രൂഷയിൽ വരാതിരിക്കേണ്ട. ഞാനൊരു വ്യക്തി മതി. എന്നിലൂടെ, എന്റെ തീരുമാനത്തിലൂടെ, എന്റെ ഹൃദയത്തിന്റെ നന്മയിലൂടെ പരിശുദ്ധാത്മാവ് എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ തലമുറകളെയും ഞാൻ കാലെടുത്ത് വയ്ക്കുന്ന ദേശത്തെയും സകലതിനെയും അനുഗ്രഹിക്കാൻ കരുത്തുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ 2 ഉയർത്തിക്കോ, ഒന്നായിട്ട് ഉയർത്തി പിടിച്ചു. നമ്മളെ ഓർത്ത് നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കാൻ പോവുക. ഇവിടെ മറ്റൊന്നും വേണ്ട, ഹൃദയത്തിന്റെ ഒരു സമർപ്പണവും ഒരു അല്പവിശ്വാസവും മാത്രം മതി. ഈശോ പ്രവർത്തിക്കുന്നുള്ളൊരു ബൗദ്ധ്യം മാത്രം മതി. പരിശുദ്ധാത്മാവ് ഇടപെടും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കും. ഇവിടെ കുടുംബങ്ങളിലില്ലേ, എത്ര പ്രാർത്ഥിച്ചാലും കർത്താവ് ഇതുപോലെയൊക്കെയാണല്ലോ വീട്ടിലവസ്ഥ, സാമ്പത്തികം, വരുമാന മാർഗങ്ങൾ, എപ്പോഴും കടം, ജപ്തി നോട്ടീസ്, പഠന മേഖലകൾ, ജോലി മേഖലകൾ, ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി അസ്വസ്ഥതയോടെ കടന്നു പോകുന്ന ചില ദുശീലങ്ങളും പാപത്തിലൊക്കെ കഴിയുന്ന ജീവിത പങ്കാളി, മക്കള്, അവരെയൊക്കെ ഓർത്ത് നീ വേദനിക്കുന്നുണ്ടാകാം. നിന്റെ ഈ നിമിഷത്തിന്റെ പിതാവിന്റെ ഹിതത്തോടുള്ള വിധേയപ്പെടൽ അത്ഭുതകരമായ സൗഖ്യമായി, വിടുതലായി, വിശുദ്ധീകരണമായി, രക്ഷയായി, അനുഗ്രഹങ്ങളായി നിന്റെ കുടുംബത്തിലേക്ക് സ്വർഗം ഈ നിമിഷം ഒഴുക്കും.
കരങ്ങൾ ഉയർത്തിക്കേ, കണ്ണുകൾ അടച്ച് കർത്താവിന്റെ മുറിവേറ്റ മുഖമൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ഈശോയുടെ മുറിവേറ്റ മുഖം, കാൽവരി മലയിൽ നിനക്കു വേണ്ടി രക്തം ചിന്തിയ യേശുവിന്റെ മുഖം. ഓരോ തുള്ളി രക്തവും ഇതാ കർത്താവിന്റെ ശിരസിൽ നിന്ന് താഴേക്ക് വീഴുന്നു. ആ രക്തത്തുള്ളികൾ വീഴുന്നത് നീ ആർക്കു വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തികളിലേക്കും, ഏത് സാഹചര്യത്തിന് വേണ്ടിയാണോ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നത് ആ സാഹചര്യത്തിന്റെ മേല. ഇത് സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള പുത്രന്റെ സമർപ്പണമാണ്. അവന്റെ ശരീരത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ രക്തത്തുള്ളികൾ. പ്രിയപ്പെട്ടവരെ, ആ സമർപ്പണത്തിന്റെ അനുഗ്രഹമാണ് നമ്മളിലേക്കും കുടുംബങ്ങളിലേക്കും ഈ നിമിഷം ഒഴുകിയിറങ്ങാൻ പോകുന്നത്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങൾ സമർപ്പണം എടുത്ത് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോടെയോ നിലവിളിച്ചോ ആത്മാവ് പ്രേരിപ്പിക്കുന്നത് പോലെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി സകലരും പ്രാർത്ഥിക്കട്ടെ. ആരും പ്രാർത്ഥിക്കാതിരിക്കരുത്. വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്ക്. മക്കളെ ഓർത്ത് പ്രാർത്ഥിക്ക്, ജീവിത പങ്കാളിയെ ഓർത്ത് പ്രാർത്ഥിക്ക്, കൂടപ്പറപ്പുകളെ ഓർത്ത് പ്രാർത്ഥിക്ക്, ജീവിതാവസ്ഥകളെ ഓർത്ത് പ്രാർത്ഥിക്ക്, സാമ്പത്തിക വരുമാന മാർഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയരട്ടെ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗം തുറക്കട്ടെ, സ്വർഗ്ഗം തുറക്കട്ടെ, സ്വർഗ്ഗം തുറക്കട്ടെ. നിന്റെ കരത്തിന്റെ സമർപ്പണത്തിന്റെ ആഴത്തിൽ സ്വർഗ്ഗം തുറക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീതിമാന്മാര് 10 പേര് ഈ സമൂഹത്തിലുണ്ടെങ്കിൽ അവരെ ഓർത്ത് സ്വർഗ്ഗം ഈ സമൂഹത്തെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചു പ്രാർത്ഥിക്കും മക്കളെ, വിളിച്ചു പ്രാർത്ഥിക്ക്. സ്വർഗ്ഗം തുറക്കുന്ന സമയമാ. സ്വർഗ്ഗത്തിലെ പിതാവ് നമ്മളെ അനുഗ്രഹിക്കുന്ന നിമിഷമാ. കരുണയായിരിക്കണമേ, മക്കളോട് കരുണയായിരിക്കണമേ, കുടുംബത്തോട് കരുണയായിരിക്കണമേ. ഹല 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 ഹല. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു, ദൈവഹിതത്തോട് കീഴ്വഴങ്ങി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇടപെടണമേ, 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 ഇടപെടണമേ. ഈ നിമിഷം തന്നെ പരിശുദ്ധാത്മാവേ ഇടപെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴി തന്നെ അടിച്ചു പാടിക്കേ. എന്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴി തന്നെ നടക്കും. അവേ, അങ്ങ് നിശ്ചയമായും അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ കാലുകുത്തുന്ന ദേശങ്ങൾ, ഞങ്ങൾ വസിക്കുന്ന ഭവനങ്ങൾ, ഞങ്ങളോട് ചേർന്ന് വസിക്കുന്ന കുടുംബാംഗങ്ങൾ സകലരെയും പരിശുദ്ധാത്മാവേ അനുഗ്രഹിച്ചുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ മുഴുവനും പരിശുദ്ധാത്മാവേ സ്വർഗീയ സാന്നിധ്യം കൊണ്ട് വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ വീട്ടിൽ ആഹാരം കുറയുമില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുമില്ല. എന്റെ വീട്ടിൽ ആഹാരം കുറയുമില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുമില്ല. എന്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴി തന്നെ നടക്കും. ജീവിത
പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. സകലരും എന്റെ നന്മയ്ക്കായ അവർ സമൃദ്ധി നൽകും. എന്റെ വിശുദ്ധ ജനമാക്കിയിടും. എന്റെ നന്മയ്ക്കായ അവർ സമൃദ്ധി നൽകും. എന്റെ വിശുദ്ധ ജനമാക്കിയിടും. എന്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും. ഞാൻ തന്റെ വഴി പോലെ ഞാൻ ചെയ്യും. തന്റെ വഴി തന്നെ നടക്കും. എന്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും. ഞാൻ തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴി തന്നെ നടക്കും. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ഇരുകരങ്ങളും ഉയർത്തി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 കരങ്ങൾ മാറോട് ചേർത്ത് കണ്ണുകളടച്ച് തുടർന്ന് വരുന്ന നിമിഷങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബത്ലഹേം കൺവെൻഷൻ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൺവെൻഷൻ. പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഇന്ന് സംസാരിക്കട്ടെ. നമുക്ക് വേണ്ടി വചന ശുശ്രൂഷ നടത്തുന്ന ബഹുമാനപ്പെട്ട കാര്യച്ചനെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, അച്ഛന്റെ അധരങ്ങളിലൂടെ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കാൻ ഈ നിമിഷങ്ങളിൽ അവിടുത്തെ ആത്മാവിനാൽ അച്ഛനെ നയിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സിനെയൊക്കെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. ഒരു വചനഭാഗം ആസ്പദമാക്കി ഏതാനും കാര്യങ്ങൾ നമുക്കിന്ന് നമ്മുടെ കുടുംബത്തിലെ ബന്ധങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായം. തോബിത്ത് 12-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വചനഭാഗം ഞാനൊന്ന് വായിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാം. നന്മ ചെയ്യുക, നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോടുകൂടി ആവുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. നീതിയോടുകൂടിയ അല്പമാണ് അനീതിയോടുകൂടിയ അധികത്തേക്കാൾ ആഭികാമ്യം. സ്വർണം കൂട്ടിവെക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നതാണ് നന്ന്. ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു. പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവൻ ജീവിതത്തിന്റെ പൂർണ്ണത ആസ്വദിക്കും. പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളൊന്ന് അടയ്ക്കാം. നമ്മൾ കേട്ട വചനഭാഗം നമുക്ക് ആവശ്യമായിട്ടുള്ള സന്ദേശം നൽകുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ സ്വരം ശ്രവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സ്വരം ശ്രവിക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഇടവരുത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നിറയണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ, കുടുംബത്തെ രൂപാന്തരപ്പെടുത്തുവാൻ അവിടുന്ന് ഇടവരുത്തണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായം 8-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രാർത്ഥനയെ സപ്പോർട്ട് ചെയ്യേണ്ട 3 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. പ്രാർത്ഥനാ ജീവിതം ചിലർക്ക് തോന്നിയേക്കാം, കുറച്ച് സമയം പള്ളിയിലിരുന്നാൽ പ്രാർത്ഥിക്കുന്നവരായി മാറും. ഒരു സന്ധ്യാപ്രാർത്ഥനയോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങളും പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ശരിക്കും പ്രാർത്ഥനാ ജീവിതമായിട്ട് മാറണമെങ്കിൽ അതിന്റെ പിന്നിൽ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഏതൊക്കെയാ? ഉപവാസം, ദാനധർമ്മം, നീതിപൂർവം ജീവിക്കുന്നത്. ഈ 3 കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൂടി ഉള്ളപ്പോഴാണ് ശരിക്കും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുക. ഞാനിന്ന് വായിച്ചു കേട്ട വചനഭാഗം എത്ര പ്രാക്ടിക്കലായിട്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കുറെ കാര്യങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പലരും അവരകത്ത് വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതെ അതൊക്കെ അങ്ങോട്ട് വേവ് ചെയ്തിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകാം. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടണം, നമ്മുടെ ജീവിതം കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ക്രമീകരിക്കാൻ നമുക്ക് പറ്റണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരിക. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോൾ ഞങ്ങള് ഇംഗ്ലണ്ടിൽ നിന്ന് അയർലൻഡിലേക്ക് പോകാനായിട്ട് ഇവിടെ ലിവർപൂൾ എയർപോർട്ടില് ഫ്ലൈറ്റ് കയറി. അപ്പൊ അയർലൻഡിന്റെ ഒരു ഫ്ലൈറ്റാ. അതുപോലത്തെ തന്നെ ഒരു ഫ്ലൈറ്റ് തൊട്ടപ്പുറത്ത് ഒരു പ്ലെയിൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതേല് അയർലൻഡിന്റെ സിമ്പൽ കൊടുത്തിട്ടുണ്ട്. അയർലൻഡിന്റെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പതാകയും അതുപോലെ തന്നെ അയർലൻഡിന്റെ സിമ്പള് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും. ഒരു 3 ഇതളുള്ള ഒരില, അതാണ് അയർലൻഡിന്റെ ഒരു സിമ്പൽ. എനിക്കറിയാലോ, അയർലൻഡിന്റെ ചരിത്രം അറിയാമല്ലോ. അയർലൻഡിൽ പാമ്പില്ല. അതിന്റെ കാരണം ഭയങ്കര പാമ്പ് ശല്യമുള്ള സ്ഥലമായിരുന്നു. പക്ഷേ സെന്റ് പാട്രിക്ക് ആ അയർലൻഡ് കരയിൽ നിന്ന് ദൈവനാമത്തിൽ ഒരു കൽപ്പന കൽപ്പിച്ചു, പാമ്പ് ഈ ദേശത്ത് ഉണ്ടാകരുത്, ആ പാമ്പിന്റെ ശല്യം ഉണ്ടാകരുത്. അയർലൻഡിന് പുറത്ത് ഇഷ്ടം പോലെ പാമ്പുണ്ട്, പക്ഷെ അയർലൻഡിൽ ഒരു പാമ്പിനെ കാണാൻ പറ്റില്ല. ഒരു വ്യക്തി വിശ്വാസത്തോടെ കൽപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഉണ്ടായ സംഭവം. ഓസ്ട്രേലിയ നല്ല സ്ഥലമാണ്, പക്ഷെ ഓസ്ട്രേലിയയിലുള്ള വലിയൊരു പ്രശ്നമാണ് പാമ്പിന്റെ ശല്യം. പക്ഷെ അയർലൻഡില് ഒരു പാമ്പ് പോലും കാണാനില്ലെന്ന്. അതിന്റെ കാരണം പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഈ വിശുദ്ധന്റെ പ്രാർത്ഥന ദൈവനാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഉണ്ടായ അത്യത്ഭുതകരമായ ഒരു കാര്യം. നീ അയർലൻഡിന്റെ സിമ്പല്, ഞാൻ ഒരു പ്ലെയിനിലിരുന്ന് ഒരു വിമാനത്തിലിരുന്ന് നോക്കിയപ്പോൾ അയർലൻഡിന് തന്നെ മറ്റൊരു വിമാനം തൊട്ടപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഇത് പൊങ്ങാനായിട്ട് കുറച്ച് സമയം എടുത്തു. ആ സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ചില കാര്യങ്ങൾ, അതാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിന്, കുടുംബ ബന്ധങ്ങൾ ഇന്ന് ഏത് രാജ്യത്ത് പോയാലും നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് കുടുംബ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുടുംബ പ്രശ്നം വരാതിരിക്കാനും, കുടുംബ പ്രശ്നം വന്നെങ്കിൽ അതിനുള്ള പരിഹാരം കണ്ടെത്താനും നമ്മൾ പഠിക്കണം. നിങ്ങൾ ഇവിടുന്ന് അമേരിക്ക ചെന്നെന്ന് വിചാരിച്ച് കുടുംബ പ്രശ്നമൊന്നും തീരില്ല. ഇവിടുന്ന് ഗൾഫിൽ എവിടെയെങ്കിലും ചെന്നെന്ന് വിചാരിച്ച് കുടുംബ പ്രശ്നമൊന്നും തീരണമെന്നില്ല. ഒരു ജോലി കിട്ടിയെന്ന് വിചാരിച്ച് നിങ്ങളുടെ കുടുംബ പ്രശ്നം തീരണമെന്നില്ല. ഇനി പ്രശ്നം വരാതിരിക്കാനുള്ള വഴികളും, പ്രശ്നം വന്നാൽ അത് പരിഹരിക്കാനുള്ള വഴികളും ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് 3 ഇതളുള്ള ആ ഒരില പോലെ നമ്മുടെ കുടുംബങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം, സ്നേഹവും ബന്ധവുമുള്ള കുടുംബാംഗങ്ങളാണ് നല്ല കുടുംബം രൂപപ്പെടുത്തിയെടുക്കുക. സ്നേഹം,
ബൈബിളിലൂടെ കടന്നുപോയാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നതാണ് സ്നേഹം. നിങ്ങൾ പരീക്ഷയിൽ തോറ്റാലും ഒരു കുഴപ്പമില്ല. ഒരു സഹോദരൻ ഇന്നും പങ്കുവയ്ക്കായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരു ധ്യാനത്തിന് പോയി. അദ്ദേഹം കുമ്പസാരിക്കാനായിട്ട് പോയി. ശരിക്കും എഴുത്തും വായനയൊന്നും അറിയത്തില്ല, എങ്കിലും ഞാൻ അറിയാവുന്ന രീതിയിൽ എല്ലാം എഴുതി വെച്ച് ആ ലിസ്റ്റുമായിട്ട് ചെന്നപ്പം അടുത്ത പ്രശ്നം വെട്ടം കുറവാണ്. അപ്പൊ അച്ഛാ എനിക്കൊന്നും വായിക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, വെട്ടം വേണോന്ന് ചോദിച്ചപ്പം വെട്ടം ഇട്ടാലും എനിക്ക് വായിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. പിന്നെ അതൊന്നും കൂടാതെ അന്നേരം മനസ്സിലേക്ക് വന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് നല്ലൊരു കുമ്പസാരം നടത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, എഴുത്തും വായന അറിയില്ല എന്ന് വിചാരിച്ച് ജീവിതത്തിൽ പരാജയപ്പെടണമെന്നില്ല. ഒരു ചെറുപ്പക്കാരന്റെ കാര്യം, അദ്ദേഹം മസ്കറ്റിലാണ് അവരുടെ കുടുംബം താമസിക്കുന്നത് തന്നെ. അവനെക്കുറിച്ച് എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞൊരു കാര്യമാണ്. ഞാനൊരു പുസ്തകത്തിൽ ആ സംഭവം സൂചിപ്പിക്കുകയും ചെയ്തു. അവന് ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകള് പങ്കെടുത്ത ഒരു പരീക്ഷ, ജനറൽ നോളജ്. അതിനകത്ത് നല്ല കഴിവുള്ളവർക്ക് മാത്രം അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്ന. ഇവന് സെക്കൻഡ് റാങ്ക് ഹോൾഡർ. ആ പരീക്ഷയില് 2ാം സ്ഥാനം ഇവനാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ കാര്യങ്ങള്, ജനറൽ നോളജ്, അതെല്ലാം ഒത്തിരിയുള്ള ഒരു ചെറുപ്പക്കാരൻ. പക്ഷെ അവന്റെ അപ്പനും അമ്മയും ചേർന്ന് അവനെ കൊണ്ടുവന്നു പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി. അതിന്റെ കാരണം ഇത്രയും അറിവും കഴിവും ഒക്കെ ഉണ്ടെങ്കിലും അവന്റെ ജീവിതത്തിൽ അവൻ വിജയം വരിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ പ്രധാനപ്പെട്ടത് വലിയ ബുദ്ധിസാമർഥ്യമോ കഴിവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. സാമ്പത്തിക ശേഷി, 2ഓ 3ഓ കുടുംബങ്ങൾ കഴിയാനുള്ള സമ്പത്തുണ്ടായിട്ട് കുടുംബത്തില് പരാജയം നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം വിജയിക്കാൻ ആവശ്യമായിട്ടുള്ളത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തിന്റെ വചനം പ്രത്യേകം നമ്മളെ എടുത്തു കാണിക്കുന്ന ഒരു കാര്യമാണ്, സ്നേഹത്തിൽ പരാജയപ്പെടരുത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കർത്താവ് ഒരു കൽപ്പന പോലെ നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ പരസ്പരം സ്നേഹിക്കണം. ഈസ്റ്റർ അങ്ങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഹോളി വീക്കില് നമ്മൾ ചിന്തിച്ച കാര്യങ്ങളൊക്കെ, അത് പെസഹ വെള്ളിയാഴ്ച ആണേലും ദുഃഖ വെള്ളിയാഴ്ച ആണേലും ഈസ്റ്റർ നാളിലാണേലും നമ്മൾ ചിന്തിച്ച കാര്യങ്ങളെല്ലാം എന്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും ശക്തമായിട്ട് എടുത്തു പറഞ്ഞത് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചാണ്. ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു, അതാണ് കാൽവരി മലയിലെ കുരിശിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് സ്നേഹിക്കുന്ന കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ പരാജയപ്പെടുകയാണ്. 1 യോഹന്നാൻ 3:11, 4:11 2 വചനഭാഗങ്ങളും ഒരുപോലെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവ് നൽകിയിരിക്കുന്ന ഒരു കൽപ്പന. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? പരസ്പരം സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ചില കുടുംബങ്ങളുടെയൊക്കെ കാര്യം കേട്ടിട്ട് ഞാൻ ഓർത്തിട്ടുണ്ട്. ഈയിടെയും ഇംഗ്ലണ്ടില് ഞാൻ താമസിച്ച ഒരു കുടുംബം, ആ കുടുംബത്തില് മക്കൾക്ക് രോഗങ്ങളുണ്ട്, ഒരാൾക്ക് മാതാപിതാക്കളില്, ഒരാൾക്ക് ജോലിയിലെ പ്രശ്നമുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങള്. പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, ആ കുടുംബാംഗങ്ങള് നന്നായിട്ട് പ്രാർത്ഥിച്ച് പരസ്പരം സ്നേഹിച്ച് മുമ്പോട്ട് പോകുന്നതിനാൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ വന്നെങ്കിലും അവിടെ വഴക്കില്ല, അവിടെ നിരാശയില്ല. വേറെ ചിലരെ കാണാൻ സാധിക്കും, ചെറിയൊരു പ്രശ്നം തലപൊക്കിയാൽ മതി, ഉടനെ പിന്നെ പ്രാർത്ഥനയില്ലാണ്ടായി, അതുപോലെ തന്നെ അവിടെ വഴക്കായി, പരസ്പരം കുറ്റപ്പെടുത്തലായി, അങ്ങനത്തെ അവസ്ഥകള്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു കാര്യമാണ് പരസ്പരം സ്നേഹിക്കുന്ന അവസ്ഥ. ബന്ധങ്ങൾ മുറിഞ്ഞു കിടക്കുകയാണെങ്കിൽ അവിടെ പ്രാർത്ഥിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ബന്ധങ്ങൾ മുറിഞ്ഞ് പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളിൽ ചെറിയ ഒരു പ്രശ്നം തലപൊക്കിയാൽ മതി, നമ്മൾ പരാജയത്തിലേക്കായിരിക്കും നടന്നു നീങ്ങുക.
അത് വരാതിരിക്കാൻ, ഈ ഒരു മേഖലയിൽ തെറ്റുപറ്റാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സ്നേഹിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് സ്നേഹത്തിന്റെ ഒരന്തരീക്ഷമാണ്. അവിടെ ടോർപ്പിട വെക്കാൻ സാത്താൻ പരിശ്രമിക്കും. പല കാരണങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നായിരിക്കാം നമ്മൾ സ്നേഹിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ ഒന്ന് പിന്തിരിപ്പിക്കാൻ. ഇങ്ങനെയൊക്കെ കാണിച്ച് അവരെ എന്തിനാ സ്നേഹിക്കുക, ഇങ്ങനെയൊക്കെ നിങ്ങളെക്കുറിച്ച് സംസാരിച്ച അവരെ അങ്ങനെ വെറുതെ വിട്ടാൽ കൊള്ളുവോ, അങ്ങനെയൊക്കെയുള്ള പല ചിന്തകളും സാത്താൻ നമ്മുടെ മനസ്സിലേക്ക് വെച്ചു തരും. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ പരാജയപ്പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തിൽ സ്നേഹത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരും പരസ്പരം സ്നേഹിക്കുന്നവരുമായിട്ട് മാറണം. അതിനുവേണ്ട അഭിഷേകം കിട്ടാൻ ആഗ്രഹിച്ച് എല്ലാവരും ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്നേഹമായ ദൈവമേ, സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് കഴിവ് തരണമേ. മറ്റുള്ളവർ ഞങ്ങളെ സ്നേഹിക്കാത്തപ്പോഴും ഞങ്ങൾ സ്നേഹിക്കുന്നവരായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. സ്നേഹത്തിൽ ഞങ്ങളുടെ ജീവിതം രൂപപ്പെടട്ടെ. സ്നേഹത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങൾ രൂപപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം നിലനിൽക്കാൻ രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആ ഒരിലയുടെ തന്നെ രണ്ടാമത്തെ ഇതളായിട്ട് നമ്മൾ കാണേണ്ട കാര്യമാണ് വിശുദ്ധി. വ്യക്തികൾക്ക് വിശുദ്ധി ഉണ്ടെങ്കിലേ കുടുംബത്തിൽ വിശുദ്ധി ഉണ്ടാവും. ചിലർക്ക് തോന്നിയേക്കാം ഒരു 3-4 രൂപങ്ങള്, തിരുഹൃദയത്തിന്റെ രൂപം, കരുണയുടെ രൂപം, അല്ലെങ്കിൽ വിമല ഹൃദയത്തിന്റെ രൂപം, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ പലയിടത്തായിട്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ കുടുംബത്ത് വിശുദ്ധി ഉണ്ടാകുന്നു. നോ, അങ്ങനെയല്ല വിശുദ്ധി ഉണ്ടാകുക. കുടുംബത്ത് വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് വിശുദ്ധി ഉണ്ടാകണം. കർത്താവ് നോക്കുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കാണ്. അല്ലാതെ രൂപം എത്ര വെച്ചിട്ടുണ്ട്, പടം എത്ര വെച്ചിട്ടുണ്ട്, എത്ര മണിക്കൂർ അവിടെ പ്രാർത്ഥനയുണ്ട്, എത്ര കൊന്ത ചെല്ലുന്നുണ്ട്, എത്ര വിശ്വാസ പ്രമാണം ചെല്ലുന്നുണ്ട്, അതിനേക്കാളൊക്കെ കർത്താവ് നോക്കുന്നത് ആ കുടുംബാംഗങ്ങളുടെ വിശുദ്ധിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധി തകർക്കാൻ വേണ്ടി സാത്താൻ അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ലൈംഗികതയുടെ തലം ഒരു തലം മാത്രമാണ് കേട്ടോ. ചിലർക്ക് തോന്നിയേക്കാം ലൈംഗികതയുടെ തലത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും തെറ്റായ രീതിയിൽ നോക്കുന്നില്ല, ഞാൻ ആരോടും തെറ്റായ രീതിയിൽ സംസാരിക്കുന്നില്ല, ഫോണിലൂടെ ആണേലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ വിശുദ്ധിയിലാണ്. നമുക്ക് അങ്ങനെ ഒരു കൺക്ലൂഷൻ വരുത്താൻ പറ്റില്ല. കാരണം ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മറ്റു ചില മേഖലകള്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ അശുദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് വിദ്വേഷം. വിദ്വേഷം ചിലരത് പറഞ്ഞു കുമ്പസാരിക്കാറ് പോലുമില്ല. അതിനിപ്പോ എന്നാ, അതൊക്കെ എല്ലാവരും ഒക്കെ ഇടയ്ക്കൊന്ന് ചൂടാകും, ദേഷ്യപ്പെടും, അതൊക്കെ മനുഷ്യ സഹജമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യായീകരിച്ചേക്കാം. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 15-ാമത്തെ വചനം എടുത്താൽ, ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വചനം സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വിദ്വേഷം മൂലം നിങ്ങളിൽ പലരും അശുദ്ധരായി തീർന്നിരിക്കുന്നു. ഇങ്ങനെ ചെറിയ കാര്യത്തിന് പോലും പൊട്ടിത്തെറിക്കുന്ന കുറച്ച് കുടുംബാംഗങ്ങളാണ് ഒരു കുടുംബത്തിലുള്ളത് എങ്കിൽ ആ കുടുംബത്ത് വിശുദ്ധി ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരപ്പം പറഞ്ഞ, എന്റെ അച്ഛ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുറച്ച് കാശ് കൊണ്ട് മേടിച്ചു വെച്ച സാധനങ്ങളാ. മക്കള് 2 പേര് അവരുടെ ദേഷ്യം തീർത്തതാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് 10-65,000 രൂപയുടെ സാധനം അടിച്ചു പൊട്ടിച്ചു. ചിലർക്ക് ദേഷ്യങ്ങ കയറിയ എന്തെങ്കിലും എറിഞ്ഞു പൊട്ടിക്കണം, അടിച്ചു പൊട്ടിക്കണം, എന്തെങ്കിലും നാശം കുടുംബത്ത് വന്നാലേ ചിലരുടെ ദേഷ്യം അടക്കാൻ പോലും പറ്റും. നോക്കിയേ, ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണ്? നിങ്ങളുടെ വിദ്വേഷം മൂലം നിങ്ങൾ അശുദ്ധരായി തീർന്നിരിക്കുന്നു. അങ്ങനെ കടുത്ത ദേഷ്യവും അതുപോലെ തന്നെ വാശി വൈരാഗ്യമുള്ള വ്യക്തികളാണ് നമ്മുടെ കുടുംബത്തുള്ളത് എങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്ന എന്താ? അശുദ്ധി നിറഞ്ഞ ഒരു കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറും. അതല്ല ദൈവം ആവശ്യപ്പെടുന്നത്. വിശുദ്ധിയുള്ള ഒരു കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറണം. വിശുദ്ധിയുള്ള കുടുംബത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകള് ദൈവസന്നിധിയിൽ എത്താൻ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മേഖലയിൽ
തെറ്റ് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങള് സെൽഫോൺ, കമ്പ്യൂട്ടർ, അതുപോലെ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും നമ്മൾ വിശുദ്ധീകരിച്ച് മുമ്പോട്ട് പോകണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രാർത്ഥന നടത്തുക. എന്റെ കർത്താവേ, ഞാൻ ഈ ഫോൺ കൊണ്ട് നടക്കുമ്പോൾ, ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിലൂടെ അശുദ്ധിയൊന്നും എന്റെ ജീവിതത്തിലേക്കോ കുടുംബത്തിലേക്കോ കയറി വരരുത്. കർത്താവേ, ഞാൻ കമ്പ്യൂട്ടർ തുറന്നാല് അത് വേണ്ടാധീനത്തിലൊന്നും ഉപയോഗിക്കാൻ എനിക്ക് തോന്നരുത്. ചിലര് ഒന്നും ചെയ്യേല എന്ന് പറഞ്ഞ് നല്ല രീതിയിലാ തുടങ്ങുക. എന്നിട്ട് അവസാനം ചെന്ന് എത്തിയത് എവിടെയാ? ഗലാത്യർ 3:3 പറഞ്ഞിരിക്കുന്ന പോലെ, ആത്മാവിൽ ആരംഭിച്ചത് ജഡത്തിൽ കൊണ്ട് അവസാനിപ്പിക്കും. നല്ല ചിന്തയോടുകൂടിയൊക്കെ ആരംഭിച്ചതാണ്, പക്ഷേ അത് ജഡത്തിൽ കൊണ്ട് അവസാനിപ്പിച്ച സംഭവം. കുറെ പേരൊക്കെ വേണമെങ്കിൽ ഈ നോമ്പുകാലത്ത് എടുത്ത തീരുമാനത്തിന്റെ വെളിച്ചത്തിലാണ് ഇതുവരെ കുടിക്കാതെയും വലിക്കാതെയും വേണമെങ്കിൽ അശുദ്ധിയിലേക്കൊന്നും വീഴാതൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ ഒരു കാര്യം, നമ്മൾ ആരംഭിച്ച ആത്മീയ കാര്യം അത് തുടരണം. അത് കുറച്ച് കഴിയുമ്പം ജഡത്തിൽ കൊണ്ടുപോയി അവസാനിപ്പിക്കുന്ന ഒരു പരിതാപകരമായ അവസ്ഥ ഉണ്ടാകരുതെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഇരുകരങ്ങളും ഒരിക്കൽ കൂടി ഉയർത്തി ഈ രണ്ടാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നിറവേറാൻ, നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ദൈവം ആവശ്യപ്പെടുന്ന വിശുദ്ധി വന്ന് നിറയുവാൻ ആഗ്രഹിച്ച് അശുദ്ധമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിൽ നിന്നും നീങ്ങിപ്പോകുവാൻ ആഗ്രഹത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിച്ചുയർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ഇതളായിട്ട് നമ്മൾ കാണേണ്ട കാര്യമാണ് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ബൈബിളില് എത്രയെത്ര സംഭവങ്ങളാ. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ, മത്തായി 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരു കാനാൻകാരി, ഒത്തിരി പ്രശ്നത്തിലൂടെ നടന്നുപോയ ഒരു വ്യക്തിയാണ് കാനാൻകാരി. ആ സ്ത്രീ വലിയ വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന. അത് കണ്ടിട്ട് കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, മകളെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിച്ചത് നിനക്ക് സംഭവിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ വളരേണ്ടതുപോലെ വളർന്നാൽ ഒരു കൗൺസിലറിന്റെ ആവശ്യം ചിലപ്പോൾ നമുക്ക് ഉണ്ടായെന്ന് വരില്ല, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനക്കാരന്റെ ആവശ്യം നമുക്ക് ഉണ്ടായെന്ന് വരില്ല, ഒരു ധ്യാനഗുരുവിന്റെ ആവശ്യം നമുക്ക് ഉണ്ടായെന്ന് വരില്ല. ഇന്ന് ഇതിലൂടെ എല്ലാം കടന്നുപോയിട്ട് ആഴ്ചയിലാഴ്ച കൗൺസിലിങ്, വേണമെങ്കിൽ 6 മാസം കൂടുമ്പോൾ ധ്യാനം, ഇതെല്ലാം കഴിഞ്ഞിട്ടും എത്തേണ്ടിടത്ത് എത്താതിരിക്കുന്ന വ്യക്തികള്. ഒരു ധ്യാനവും കൂടിയതിന്റെ പേരിലല്ല കർത്താവ് കാനാൻകാരിയോട് പറഞ്ഞത്, മകളെ, നിന്റെ ആഗ്രഹം പോലെ നിനക്ക് സംഭവിക്കട്ടെ. കാരണം എന്തായിരുന്നു? വിശ്വാസത്തോടെയുള്ള അവളുടെ പ്രാർത്ഥന. അതൊരു അസാധാരണമായ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് അസാധാരണമായ രീതിയിൽ കർത്താവ് അവിടെ പ്രവർത്തിച്ചു. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിലൂടെ കടന്നുപോയാൽ, ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തില് ഒരു ശതാധിപൻ, അദ്ദേഹത്തിന്റെ വിശ്വാസം എടുത്തു കാണിച്ചു. അതേ വേണമെങ്കിൽ വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് കണ്ടിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. കർത്താവ് അവന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവന്റെ വിശ്വാസത്തിന്റെ ആഴം കണ്ടു. കർത്താവ് പറഞ്ഞെന്താ? മകനെ, നീ ഒരു വിജാതീയനാണെങ്കിലും ഇസ്രായേൽക്കാരുടെ ഇടയിൽ പോലും ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. റിസൾട്ട് എന്തായിരുന്നു? നീ ആഗ്രഹിച്ചത് നിനക്ക് സംഭവിക്കട്ടെ. നീ ആഗ്രഹിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ആഗ്രഹം പോലെ, നമ്മുടെയൊക്കെ ഹൃദയാഭിലാഷം പോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന. നമുക്ക് ബൈബിളിലൂടെ ചില സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്ത് കണ്ടാൽ മതി. അതിന്റെയൊക്കെ വെളിച്ചത്തിൽ നോക്കിയാൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നം അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. അതിഭയങ്കരമായിട്ടുള്ള പ്രശ്നം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? 2 ദിനവൃത്താന്തം 18:31 വചനം. 2 ദിനവൃത്താന്തം 18-ാം അധ്യായത്തിന്റെ 31 വചനം. അത് വെച്ച് നോക്കിയ
ഈ പന്തലിരിക്കുന്ന ആരും തന്നെ അങ്ങനെ ഒരവസ്ഥയിൽ ഇരിപ്പില്ല. ഏതവസ്ഥയിലാണ് യഹോശാഫാത്ത് കഴിഞ്ഞത് എന്ന് നിങ്ങൾക്ക് ഈ വചനഭാഗത്തിൽ മനസ്സിലാവും. അവന്റെ ചുറ്റും ആയുധങ്ങളുമായിട്ട് ശത്രുക്കൾ ചാടി വീണു. നമ്മളൊക്കെ ഈ ദിവസങ്ങളിൽ ടോമച്ചന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നു. ടോമച്ചന്റെ ജീവിതം തീർക്കാൻ, അദ്ദേഹം ഭീകരരുടെ കയ്യിലാണെങ്കിൽ അവര് കപ്പക്കോലുമായിട്ടൊന്നും അല്ല ഇരിക്കണേ, അവരുടെ ഈ തോക്കും സകലമാന കാര്യങ്ങളും ആയുധങ്ങളുണ്ടാവും. ആ ജീവിതം തീർക്കാൻ ഒരു നിമിഷം മതി. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടോമച്ചന് അനർത്ഥങ്ങളൊന്നും വരാതെ സുരക്ഷിതമായിട്ട് പുറത്തു വരാൻ വേണ്ടി. ഇതിനേക്കാൾ രൂക്ഷമായൊരവസ്ഥ യഹോശാഫാത്ത് നേരിടുകയാണ്. അവന്റെ ചുറ്റും ശത്രുക്കള്. ഒരു ചാൻസ് കിട്ടിയാൽ അന്നനെ അവന്റെ ജീവിതം എടുക്കണം എന്നും പറഞ്ഞ് ശത്രുക്കൾക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടി. ആയുധങ്ങളുമായിട്ട്, തോക്കും വാളും സകലമാന ആയുധങ്ങളുമായിട്ട് അനേക വ്യക്തികള് ഈ ഒരൊറ്റ വ്യക്തിയുടെ ചുറ്റും നിൽക്കുകയാണ്. അതിലൊരാൾ നിരൂപിച്ചാൽ ആ നിമിഷം യഹോശാഫാത്തിന്റെ ജീവിതം തീർക്കാൻ പറ്റും. ആ സാഹചര്യത്തിൽ യഹോശാഫാത്ത് എന്താ ചെയ്തേ? ഒരൊറ്റ നിലവിളി, ദൈവമേ എന്നെ സഹായിക്കണമേ. അത് വിശ്വാസത്തോടെയുള്ള ഒരു നിലവിളിയായിരുന്നു. എന്താ അവിടെ സംഭവിച്ചേ? ആ ബൈബിൾ വായിച്ചിട്ടില്ലെങ്കിൽ ആ വചനഭാഗം വായിക്കണം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, കർത്താവ് അവനെ സഹായിച്ചു. അവൻ മരിച്ചില്ല. പിന്നീട് കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തുടർന്നുള്ള വചനഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. 2 ദിനവൃത്താന്തം 18-31 അതിലുള്ള ആ തിരുവചനങ്ങൾ വായിച്ചാൽ ഇതെല്ലാം അവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രശ്നത്തിന്റെ വലിപ്പം കണ്ട് പകച്ചു നിൽക്കാതെ, ഭയപ്പെട്ടിരിക്കാതെ, അതിനുപരിയായി നമ്മുടെ ദൈവത്തെ കാണണം. ദൈവത്തിന്റെ വലിപ്പം കാണണം. ആ ദൈവത്തിന്റെ വലിപ്പം കണ്ടാൽ നമ്മളാരും നമ്മുടെ പ്രശ്നത്തിന്റെ വലിപ്പം കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ കൗൺസിലിങ്ങിന് വരുമ്പോഴും പ്രാർത്ഥിപ്പിക്കാൻ വരുമ്പോഴും ഒക്കെ പലരുടെയും സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, എല്ലാവരുടെയും ശ്രദ്ധ എവിടെയാണ്? പ്രശ്നം. അച്ഛാ, ഞാനിന്ന് ഇതുപോലൊരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുക, എനിക്കിപ്പോ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പേടി വരുന്നു, എന്റെ ധൈര്യമെല്ലാം ചോർന്നു പോകുന്നു, എന്റെ വിശ്വാസം കുറഞ്ഞു പോകുന്നു. അവരെല്ലാം നോക്കുന്നത് എന്തിലേക്കാണ്? പ്രശ്നത്തിന്റെ വലിപ്പത്തിലേക്ക്. അത് വിട്ടിട്ട് നമ്മുടെ ദൈവത്തെ കാണാൻ പറ്റണം. അങ്ങനെ കാണാൻ പറ്റിയാൽ യഹോശാഫാത്തിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചതുപോലെ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിക്കാൻ പറ്റും. നിങ്ങള് യൂതിത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം വായിച്ചാൽ, യൂതിത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം, ഇസ്രായേൽക്കാർ നേരിട്ട വളരെ പരിതാപകരമായ ഒരു അവസ്ഥ കാണാൻ പറ്റും. അവർക്ക് കുടിവെള്ളം പോലും കിട്ടുന്നില്ല, ഭക്ഷണവും ഇല്ല. കുടിവെള്ളം പോലും കിട്ടാതെ ദാഹിച്ചു വലഞ്ഞ് മരിച്ചു വീഴാൻ തുടങ്ങിയ വ്യക്തികള്. ഇത്രയും ചൂട് വന്നപ്പോ തന്നെ എത്ര പേരാ പറഞ്ഞ്, എന്റെ അച്ഛ ഇത് വല്ലാത്ത ഒരു കാലാവസ്ഥയാണ്, അതുകൊണ്ട് പുറത്തൊക്കെ നിന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തലവേദന, തല വിങ്ങുന്നു, ആരോഗ്യം ക്ഷയിച്ചു പോകുന്നു, അങ്ങ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഉണർവില്ല, ഉന്മേഷമില്ല. പന്തലിരുന്ന് ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിലും അവർ കാരണം പറയാൻ പോകുന്നത് ഈ കാലാവസ്ഥ കാരണം ഭയങ്കര ക്ഷീണമാണ്, ശരീരം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നേരെ ഇരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളമെങ്കിലും കിട്ടുന്നില്ലേ? ഇല്ലെങ്കിൽ ഇത് അവിടെ ടാപ്പിലെല്ലാം വെള്ളമുണ്ട് കേട്ടോ, കുടിച്ചോളൂ. നമുക്ക് കുടിവെള്ളം കിട്ടാത്തൊരു സാഹചര്യമൊന്നും ഇല്ലല്ലോ. ഇതിനേക്കാൾ രൂക്ഷമായ അവസ്ഥ ഇസ്രായേൽക്കാർ നേരിട്ടു. അവർക്ക് ആവശ്യത്തിന് കുടിക്കാൻ വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥ. ആ സാഹചര്യത്തിൽ അവർ ചെയ്ത കാര്യങ്ങള് അത് ഇന്നത്തെ ക്രിസ്ത്യാനികളെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സാക്ഷ്യം വഹിക്കായിരുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ. അവർ ചെയ്ത 3 പ്രധാനപ്പെട്ട കാര്യങ്ങള്: കഠിനമായ ഉപവാസം നടത്തി, പിന്നെ ശക്തമായിട്ട് നിലവിളിച്ചു. 3-ാമത്തെ കാര്യം നല്ല കഴമ്പുള്ള എളിമപ്പെട്ടുള്ള ജീവിതം. എളിമപ്പെട്ട് ജീവിക്കാന്ന് പറഞ്ഞ് കുനിഞ്ഞു കുനിഞ്ഞ് നടക്കുന്നതല്ല, നമ്മുടെ ബോഡി പോസ്ചറിലുള്ള ഒരു കാര്യമല്ല എളിമപ്പെടുക. എന്താണ് ശരിക്കുള്ള എളിമപ്പെടൽ? ദൈവഹിതത്തിന് നമ്മളെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കണം. കർത്താവേ,
രോഗസൗഖ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്കിലും നീ ആഗ്രഹിക്കുന്നത് ഞാൻ രോഗിയായിട്ട് തുടരണമോ? നടക്കട്ടെ. രോഗിയായിട്ട് മുമ്പോട്ട് പോകാനുള്ള ശക്തി എനിക്ക് തന്നാ മതി. അങ്ങനെ പറയാൻ എത്ര പേര് തയ്യാറാകും? എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവഹിതത്തിന് വിധേയപ്പെടുന്നതാണ് ഏറ്റവും വലിയ എളിമപ്പെടൽ. ഇസ്രായേൽ ജനം ഒന്നടങ്കം ദൈവത്തിന് മുമ്പിൽ എളിമപ്പെട്ടു. ഇസ്രായേൽ ജനം ഒന്നടങ്കം നല്ല ശക്തമായ ഉപവാസവും പ്രാർത്ഥനയും നടത്തി. അവര് കൂട്ടം നിലവിളി നടത്തി. ചില കുടുംബങ്ങളുടെ അവസ്ഥ എനിക്കറിയാം. ഒരാള് നിലവിളിക്കാൻ തയ്യാറായാൽ ബാക്കിയുള്ളവർ അവിടെ ഇരുന്ന് പറയും, നിനക്കെന്നാ വല്ല വട്ടാണോ? നീ സാധാരണക്കാരെ പോലെ പ്രാർത്ഥിച്ചാൽ മതി. നോക്കിയേ, ദൈവ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലും ഒരുപക്ഷെ അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. ചില കുടുംബത്തെ അവസ്ഥ എനിക്കറിയാം. രണ്ടുപേര് പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴാണ് രണ്ടുപേര് ടിവിയുടെ വോളിയം കൂട്ടിവെച്ച് ടി വി കണ്ടോണ്ടിരിക്കുക. ആ കുടുംബം തകരുമെന്നുള്ളതിന് എന്നാ സംശയം? രണ്ടുപേര് പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിക്കുമ്പോൾ അടുത്ത രണ്ടുപേര് പ്രാർത്ഥനക്കാരെ തടസ്സപ്പെടുത്താനുള്ള വഴികൾ കണ്ടുപിടിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനത്തെ സാഹചര്യങ്ങള് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ നിലനിൽക്കാനും വളരാനും ദൈവാനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാനും കർത്താവ് കാണിച്ചു തന്ന ആ വഴികള് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കേണ്ട അന്തരീക്ഷം അതില്ലാതെ പോകുന്ന ഒരവസ്ഥയാണ്. ആ അന്തരീക്ഷം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. ഒരു രോഗസൗഖ്യമോ ഒരു കടബാധ്യത മാറുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുപരിയായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹം, നല്ല ബന്ധം കൊടികുത്തി വാഴണം. നമ്മുടെ കുടുംബങ്ങളില് വ്യക്തികൾക്ക് അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് വിശുദ്ധിയുടെ ആ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റണം. വിശ്വാസത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ താമസിക്കുന്ന കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറണം. ഇതാണ് ആ 3 എതളുകളുള്ള ഒരു ലീഫ്, ഒരില ആയിട്ട് മാറേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ തന്നെ അന്തരീക്ഷം മാറും. നമ്മുടെ കാര്യങ്ങളൊക്കെ കർത്താവ് നടത്തി തരുന്ന അനുഭവം നമുക്കുണ്ടാകും. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ദൈവം നൽകിയ വചനം, ദൈവം നൽകിയ ചിന്തകളെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. നമ്മുടെ കുടുംബങ്ങളും വിശുദ്ധീകരിക്കപ്പെടണം. ഒരു പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ടോ, അത് കർത്താവിന്റെ പക്കലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചാൽ ആ പ്രശ്നത്തിന് പരിഹാരം കർത്താവ് കാണിച്ചു തരും. ദൈവമേ, ഞാനും എന്റെ കുടുംബവും ഇന്ന് നേരിടുന്ന അവസ്ഥകള് അങ്ങ് അറിയുന്നവനാണ്. കർത്താവെ, ഞാൻ വരേണ്ട വഴിയിലേക്ക് വന്നാൽ എന്റെ കുടുംബത്തെയും അവിടുന്ന് രക്ഷിക്കും. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ഞാൻ തയ്യാറായാൽ എന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ നീ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ രക്ഷ കൈവരിക്കുവാനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ വിശുദ്ധ അൽഫോൻസാമ്മയുടെ നൊവേനയ്ക്കായിട്ട് ഒരുങ്ങിയാണ്. ഇന്നത്തെ ആരാധനയിൽ നൊവേനയിൽ നിയോഗം വെച്ചിരിക്കുന്ന കുടുംബങ്ങളെ പ്രത്യേകം സമർപ്പിക്കാം. ചിന്നമ്മ മനസ്സിന് സൗഖ്യം ലഭിക്കുവാനായിട്ട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊരു കുടുംബം സോമൻ, അനീഷ് എന്നീ കുടുംബാംഗങ്ങൾക്ക് സമാധാനം, സന്തോഷം ലഭിക്കുവാനായിട്ട് പ്രത്യേകം നിയോഗം വെച്ചിട്ടുണ്ട്. നമുക്ക് അവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധനയിൽ നൊവേനയിൽ പങ്കുചേരാം. അൽഫോൻസാമ്മ
അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ.